എമ്പുരാൻ സിനിമ സെൻസർ ചെയ്ത CBFC പാനലിൽ ഉണ്ടായിരുന്ന അംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇവർ 4 പേരായിരുന്നു. ഒന്ന് സ്വരൂപ കർത്ത, രണ്ടാമതായി റോഷ്നി ദാസ്, അതുപോലെ തന്നെ GM മഹേഷ്, മഞ്ജു ഹസൻ. ഇവരെല്ലാവരും തന്നെ BJP അനുഭാവികളാണ്. കാരണം ഇതിൽ സ്വരൂപ കർത്ത ബഹുമാനപ്പെട്ട കേരള ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ ഹരി എസ് കർത്തയുടെ ഭാര്യയാണ്. ഹരി എസ് കർത്ത എന്ന് പറയുന്ന വ്യക്തിയാകട്ടെ ഉന്നതനായ ഒരു കറകളഞ്ഞ RSS നേതാവും അതുപോലെ BJP കാരനുമാണ്. BJP ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ്. അതുപോലെ റോഷ്നി ദാസ്, അവരാകട്ടെ BJP മുൻ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി സുനീഷിന്റെ ഭാര്യയാണ്. അതുപോലെ GM മഹേഷ് തപസ്യ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. മഞ്ജു ഹസൻ ആകട്ടെ BJP നെടുമങ്ങാട് കൗൺസിലറാണ്. ഇങ്ങനെയൊക്കെയുള്ള BJP അനുഭാവികളായ ഇവരാർക്കും തന്നെ ഒരു വിയോജന കുറിപ്പ് പോലും ഇറക്കാതെ തന്നെ ഇവർക്ക് എല്ലാവർക്കും എന്തുകൊണ്ടാണ് എമ്പുരാൻ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ സാധിച്ചു എന്നതടക്കം ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അപ്പോൾ ഇവരുടെ എല്ലാ മനസ്സിലും ഈ ദേശവിരുദ്ധത പ്രകടമായില്ലേ എന്നതും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരു വിയോജന കുറിപ്പ് പോലും ഇറക്കാതെ തന്നെ ഇവർ ആർക്കു വേണ്ടിയാണ് നിശബ്ദരായത്? ദേശവിരുദ്ധരായ എമ്പുരാൻ സംഘത്തിനൊപ്പം തന്നെ കൊണ്ട് വിചാരണ ചെയ്യപ്പെടേണ്ട സംഘമാണ് സെൻസർ ബോർഡ് പാനലിൽ ഉണ്ടായിരുന്ന ഈ അംഗങ്ങൾ. കൂടാതെ തന്നെ ഈ കണ്ണടക്കലിന് കിട്ടിയ പ്രതിഫലം എത്രയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കറകളഞ്ഞ RSS അനുഭാവികൾക്ക് നമ്മുടെ രാജ്യത്തെ അപകടത്തിലാക്കുന്ന ഒരു സിനിമയ്ക്ക് കണ്ണും പൂട്ടി എങ്ങനെ സർട്ടിഫിക്കേഷൻ നൽകാൻ കഴിഞ്ഞു എന്നത് ആ ചോദ്യത്തിനും അവർ ഉത്തരം നൽകേണ്ടതുണ്ട്. ഇവർ അപ്പോൾ നമ്മുടെ രാജ്യത്തെയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയെയും വഞ്ചിക്കുകയല്ലേ ചെയ്തത് എന്നതാണ് BJP പാളയത്തിൽ നിന്നും ഉയരുന്ന ചോദ്യങ്ങൾ. ഇനി ഇവർ സിനിമ കണ്ടിട്ട് തന്നെയാണോ സെൻസർ സർട്ടിഫിക്കറ്റിൽ കണ്ടുവെന്ന് പറഞ്ഞ് ഒപ്പിട്ടതെന്നും അവർ തന്നെയാണ് പറയേണ്ടത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ബ്രഹ്മാണ്ഡ ചിത്രമായ എമ്പുരാൻ സിനിമ റിലീസ് ചെയ്തത്. പടം ഇറങ്ങുന്നതിന് മുൻപേ തന്നെ 20 കോടിയിലധികം ടിക്കറ്റ് ആയിരുന്നു വിറ്റുപോയത്. എന്നാൽ പടം കണ്ട് ഇറങ്ങിയവർക്ക് പലർക്കും നിരാശയായിട്ടാണ് പുറത്തു വന്നത്. പടത്തിൽ പച്ചയ്ക്ക് പറയുന്ന രാഷ്ട്രീയം, അതിൽ നമ്മുടെ രാജ്യത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിലേക്കാണ് പടം ഇറക്കിയിരിക്കുന്നത്. നടൻ മോഹൻലാൽ തിരക്കഥ കേൾക്കാതെയാണ് സിനിമയിൽ അഭിനയിച്ചത് എന്ന് വരെ പറയുന്ന സാഹചര്യമുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ച ലാലിന് എമ്പുരാൻ 8ന്റെ പണിയാണ് നൽകിയിരിക്കുന്നത്. എന്നിരുന്നാലും സെൻസർ ബോർഡിൽ ഇരുന്നവർ ദേശവിരുദ്ധരുടെ ഗണത്തിലല്ലാതെ നമുക്ക് ഏത് ഗണത്തിൽ കൂട്ടാൻ സാധിക്കുമെന്നതും BJP പാളയത്തിൽ ഉയരുന്ന ചോദ്യങ്ങളാണ്. അതേസമയം എമ്പുരാൻ സിനിമ എഡിറ്റ് ചെയ്യുമെന്നും അതുപോലെ പുതിയ പതിപ്പ് ഇറക്കുമെന്നും ഇപ്പോൾ നിർമ്മാതാവായ ഗോകുലം ഗോപാലൻ തന്നെ വ്യക്തമാക്കി രംഗത്ത് വരികയും ചെയ്തു. എമ്പുരാൻ എന്ന സിനിമ ആരെയും വേദനിപ്പിക്കാൻ എടുത്തതല്ല എന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലൻ പറയുകയാണ്. സിനിമ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേണ്ട നടപടി സ്വീകരിക്കാൻ സംവിധായകൻ പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ട് എന്നും പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമയിൽ നിന്ന് പോകരുതെന്ന് കരുതിയാണ് സിനിമയുമായി സഹകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെ ആരും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലായിരുന്നുവെന്നും സിനിമ കാണുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ ഏതെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്താൻ സംവിധായകനോട് പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുകയാണ്. പ്രത്യേക അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എമ്പുരാൻ എന്ന സിനിമയിൽ കാണിക്കുന്ന ഏതെങ്കിലും സീനുകളോ അതുപോലെ തന്നെ ഡയലോഗുകളോ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താൻ ഞാൻ സംവിധായകനായ പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ചില വാക്കുകൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയിലെ ചില കാര്യങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. അത്തരത്തിൽ പരാതി ഉയർന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ സംവിധായകനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.